ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ അത് റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം നേരിടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് എന്തിലും, അത് റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയറിലാണെങ്കിലും എന്ത് തരമാണെങ്കിലും നിങ്ങൾക്ക് അതിലൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് മെസ്സേജ് യൂണിവേഴ്സ് എന്താണ് നിങ്ങളടുത്ത് പറയുന്നത് എന്നുള്ളത് നോക്കാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. സാക്രൽ ചക്ര വന്നിട്ടുണ്ട്. സഫറിംഗ് സൈലൻസ് വന്നിട്ടുണ്ട്. സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ബാലൻസും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ നിങ്ങൾക്കൊരു ബാലൻസ് തോന്നുന്നില്ലെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തോന്നുന്നില്ലെങ്കിൽ, ഇവിടെ അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ സാക്രൽ ചക്ര ബ്ലോക്ക് ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. ഇനിയിപ്പോ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഈ സാക്രൽ ചക്രയൊക്കെ ഉണർത്താനുള്ള മെഡിറ്റേഷൻസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ബ്ലോക്ക് ആണ് എന്നുള്ളത് കാണുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ 7 ചക്രകളും ഓരോ ഫങ്ഷൻസ് നിറവേറ്റുന്നുണ്ട്. ഇത് ബ്ലോക്ക് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ചില പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരു ചക്ര അവൈലബിൾ ആയിരിക്കും, ഒരു ചക്ര ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വരും. അപ്പൊ ഈ സാക്രൽ ചക്ര നിങ്ങളുടേത് ബ്ലോക്ക് ആണ്. സോ നിങ്ങൾ അതിനുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളടുത്ത് മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മാറ്റി നിർത്തുന്ന സിറ്റുവേഷൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളൊക്കെ നിങ്ങളെ മാറ്റി നിർത്തുക, അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നല്, നിങ്ങൾ ഒറ്റയ്ക്കായി പോയി, നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ആ ഒരു ചിന്തകളെല്ലാം നിങ്ങളെ നെഗറ്റീവ് തോട്ട്സിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ തന്നെ സ്വയം ഇങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കുന്നു, നിങ്ങൾക്ക് ആരുമില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും ശരിയാകില്ല എന്ന് നിങ്ങൾ തന്നെ വിചാരിക്കുന്നതാണ്. ഇതിനെല്ലാം കാരണം ചക്ര ബ്ലോക്ക് ആയതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ആ തോട്ട്സിനെല്ലാം തന്നെ റിമൂവ് ചെയ്യണം. സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഹാപ്പി ആയിട്ട് നടന്നിട്ടുള്ള ആളുകളായിരിക്കാം. നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നതിന് മുൻപേ ഹാപ്പി ആയിട്ട് നടന്നിട്ടുള്ള ആളുകളായിരിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു സന്തോഷമില്ലായ്മയാണെങ്കിൽ ഇതൊക്കെ കാരണം ഈ ഒരു പ്രശ്നമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ മറ്റൊരാളെ വിചാരിക്കുന്നത്, അതായത് നിങ്ങൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോഴത്തേക്കും വേറൊരാളുടെ അടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് കൊണ്ടും നിങ്ങൾ തന്നെ സ്വയം അട്രാക്റ്റീവ് ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരു ബാലൻസ് ഇല്ലാത്തത്. ഓക്കെ, ഈ ബാലൻസ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചക്ര നിങ്ങൾ ഉണർത്തണം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ എടുക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പം എന്താ പറയാ, ഹീല് ചെയ്തു കൊടുക്കണം. നിങ്ങളെ തന്നെ സെൽഫ് ഹീൽ ചെയ്യണം. ഇപ്പൊ സെൽഫ് ഹീൽ ചെയ്യുന്ന സമയത്ത് ഈ ചക്ര മാത്രമല്ല, ഏത് ചക്ര ബ്ലോക്ക് ആണെങ്കിലും അതൊന്ന് അവൈലബിൾ ആകും, അല്ലെങ്കിൽ ഉണർന്നു വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി, ലൈഫിൽ എന്ന് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കുക, സിറ്റുവേഷൻ നിങ്ങളത് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും
അത് നിങ്ങളൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒന്നാമത് നിങ്ങളെ തന്നെ ഒന്ന് ഹീല് ചെയ്യിപ്പിക്കുക, സെൽഫ് ഹീൽ ചെയ്യുക. നിങ്ങൾ അത് ഹീല് ചെയ്ത് ഓക്കെ ആക്കി എടുക്കുക എന്നുള്ളതാണ്. കുറച്ചും കൂടി നമുക്ക് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. 10 ഓഫ് സോർട്സ് ആണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും ഒക്കെ ഇപ്പോൾ ശത്രുതയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകളുടെ അടുത്ത് നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് പ്രതികാരം ചെയ്യണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലിപ്പോൾ, അതായത് ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളോട് തെറ്റ് ചെയ്തവരുടെ മുഖമൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവ് ചെയ്യുക, അവരോട് മാപ്പ് ചോദിക്കുക, അല്ലെങ്കിൽ അവരെ ക്ഷമിച്ച് വിടുക എന്നുള്ളതാണ്. അവരെ ക്ഷമിച്ച് വിടുക, അവരോട് പ്രതികാരം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോട് തെറ്റ് ചെയ്യുന്നത് റോങ് ആണെങ്കിൽ അതിനുള്ള കർമ്മ അവർക്ക് കിട്ടും. നിങ്ങൾ മനസ്സിലാക്കുക, പ്രതികാരം കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യമില്ല. റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ ആ പേഴ്സണെ നിങ്ങൾ ക്ഷമിച്ച് വിടുക എന്നുള്ളത്, അതായത് മനസ്സിൽ ഇറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് വെറുതെ വിട്ടേക്കുക. അപ്പൊ തന്നെ അവരുടെ സോളിന് നിങ്ങളൊരു പാപമാണ്, അല്ലെങ്കിൽ പാവമാണ് എന്നൊക്കെയുള്ള ഒരു വിചാരം അവർക്ക് വരും. ആ സോൾ അത് മനസ്സിലാക്കിയെടുക്കും, നിങ്ങളുടെ പേഴ്സൺ വഴിയല്ലാതെ സോൾ അത് മനസ്സിലാക്കിയെടുക്കും. അപ്പൊ നിങ്ങൾ അവരെ ക്ഷമിക്കുക എന്നുള്ള, അവരോട് ഈ ദേഷ്യം വൈരാഗ്യം നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങൾ തിരിച്ചു ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്തിലെങ്കിലുമൊക്കെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് നിർത്തുക. ഇത് ഞാൻ പലരുടെയും എനർജിയാണ് പറയുന്നത്, ഒരു കളക്റ്റീവ് ആയതുകൊണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു അഡിക്ഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആക്റ്റീവാണ്, നിങ്ങൾ ബാക്കിയുള്ള കാര്യം ഒന്നും നോക്കാതെ നിങ്ങൾ ഫോണിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്നു, സോഷ്യൽ മീഡിയയിൽ മാത്രം ആക്റ്റീവ് ആകുന്നു, ഇല്ലെങ്കിൽ സ്നേഹത്തിൽ അഡിക്ഷൻ ആയി പോകുന്നു, നിങ്ങൾ ഒരു കാര്യം നോക്കുന്നില്ല, റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിരിക്കുന്നു, ഇങ്ങനെ എന്തൊരു അഡിക്ഷൻ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങളുടെ ജീവിതത്തെ സ്പോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഐഡിയകളൊക്കെ ഒരുപാട് വരുന്ന ആളുകളായിരിക്കും. നിങ്ങൾക്ക് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നുണ്ട്, പക്ഷെ അത് നടക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഇങ്ങനത്തെ ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സുകളാണ്. അത് നിങ്ങൾ തന്നെ വിചാരിക്കണം. അത് ഞാൻ തുടക്കം പറഞ്ഞത്, നിങ്ങളുടെ ഈ ഒരു ബ്ലോക്കിന്, നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു തടസ്സങ്ങൾ വരുന്നതിന്റെ റീസൺ നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിന്റെ ബേസ്, ഇത് റിലേഷൻഷിപ്പ് റീഡിംഗ് അല്ല, പക്ഷെ റിലേഷൻഷിപ്പ് ബേസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ തിരിച്ചു വരാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്. അത് നിങ്ങളെ തന്നെ നോക്കിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു സെൽഫ് ഹീലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾ നിങ്ങളെ തന്നെ അപ്രോച്ച് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളൊരു മെച്യൂരിറ്റി ഇല്ലായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു സീരിയസ്നെസ്സും ലൈഫിൽ കാണിക്കുന്നില്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഓക്കെ, അത് ഞാൻ തുടക്കേ പറഞ്ഞതാ, നിങ്ങളുടെ തടസ്സങ്ങളുടെ കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം സിറ്റുവേഷൻസ്. അപ്പൊ തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നോട്ട് വരേണ്ടത് നിങ്ങളാണ്. അപ്പൊ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം, അല്ല വെറുതെ തീരുമാനങ്ങളൊന്നും എടുക്കാതെ. ഇപ്പം ഈ ഒരു റീഡിങ്, ഇപ്പം നിങ്ങൾ ഏതൊരു റീഡിംഗ് ആണെങ്കിൽ റീഡിങ് കേട്ടിട്ട് അതിൽ തരുന്ന ഗൈഡൻസ് ഒന്നും ചെയ്യാതെ ആ പേഴ്സൺ തിരിച്ചു വരുമെന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. ഒന്നും ചെയ്യാതെ നമ്മളിലേക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്ന കാര്യം. നിങ്ങളൊരു ഇമ്മച്യൂർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ ലൈഫിൽ കാണിക്കേണ്ട സമയമാണിത്. ഒരു ബെറ്റർ ടൈം ആണ് നിങ്ങൾക്ക്. അത് നിങ്ങൾ സിറ്റുവേഷൻസിനനുസരിച്ച് മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു സെൽഫ് ഹീലിംഗ് തന്നെ ചെയ്താൽ നിങ്ങൾക്കൊരു, ഇപ്പൊ ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഇവിടെ കാണുന്നില്ല. ഓക്കെ, സ്റ്റെബിലിറ്റി കാണാത്തതിന്റെ റീസൺ നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങളെ തന്നെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞിട്ട് ഇതിന്റെ ഒന്നും കാര്യമില്ല. ഓക്കെ, ഈസി അല്ല. ബട്ട് നിങ്ങൾ പലരും ഇതിൽ അലസതയിൽ ഇരിക്കുന്നവരെ കാണുന്നുണ്ട്, ഭയങ്കര അലസതയിൽ, ഒരു കാരണവും ഇല്ലാതെ വെറുതെ അയ്യോ എനിക്കൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനൊരു ഏജും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, അതും മനസ്സിലാക്കുക. നിങ്ങളിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ വന്നു ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൽഫ് ഹീലിംഗ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. അതിന്റെ റിസൾട്ടാണ് ഗോഡ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ് നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. സെൽഫ് ഹീലിംഗ് ചെയ്യുക. ഈ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.